തിരുവനന്തപുരം പേരോക്കട വഴയില ജംഗ്ഷന് തൊട്ടടുത്തായിട്ടാണ് നമുക്കിത് ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ. ടോട്ടലായിട്ട് 10 സെൻറ്റിന് മേളിൽ വരുന്ന ലാൻഡ് ഉണ്ട്. അതിനകത്ത് 3400 സ്ക്വയർ ഫീറ്റിലെ വലിയൊരു വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. ടോട്ടലായിട്ട് അഞ്ച് ബെഡ്റൂം അടങ്ങുന്ന വീടാണ്. നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം. ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കിള്ളിയാറിന് തൊട്ടടുത്തായിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കിള്ളിയാറിൽ ഈ പാറപ്പുറത്തൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ശബ്ദമൊക്കെ നമുക്ക് നല്ല രസമായിട്ട് കേൾക്കാൻ സാധിക്കും. ആറിനേക്കാളും ഒത്തിരിയധികം ഉയർന്നൊരു കുന്നിൻപുറം കണക്കാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇരിപ്പുള്ളത്. പക്ഷേ ആറിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ ആ രീതിയിൽ വിസിബിലിറ്റി കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ പാറപ്പുറത്തൂടെ ഇങ്ങനെ അലതല്ലി ഒഴുകുന്ന ആറിൻ്റെ തൊട്ടരികത്തായിട്ടാണ് പ്രോപ്പർട്ടി കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടേക്ക് നിറയെ മീനുകളൊക്കെ നിന്ന് കളിക്കുന്നതാണ്. അങ്ങനെ നല്ല രസമുള്ള ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി. ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷ്വൽ ആഡ് ചെയ്തേക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഭംഗി എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാ ഈ രീതിയിലാണ് നമ്മുടെ മുൻവശം വരുന്നത്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് വഴയിലേന്ന് വരുമ്പോഴത്തേക്കും വഴയിലേന്ന് കുറച്ച് ദൂരം വരുമ്പോൾ ആറാങ്കല്ല് ജംഗ്ഷനൊക്കെ എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ വലത്തോട്ട് മുതി ശാസ്താംകോട് ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വലത്തോട്ട് കയറുന്ന വഴി കാണാം. അപ്പോൾ ഈ കിള്ളിയാറിനെ ക്രോസ് ചെയ്ത് അവിടെ ഒരു പാലം കണ്ടോ, ആ റോഡിങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ ആ പാലം ക്രോസ് ചെയ്ത് വലത്തോട്ട് വരിക. ക്ഷേത്രം കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലോട്ട് വരുമ്പോൾ വലതുവശത്തായിട്ട് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇതാ ഈ രീതിയിലാണ് നമ്മുടെ മുൻവശം വരുന്നത്. 5 or 6 വണ്ടികൾ നമുക്കിതാ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ വലിയ മുറ്റമാണ് നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ളത്. ഗേറ്റെല്ലാം പ്രവർത്തിക്കുന്ന റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഗേറ്റാണ്. നമുക്ക് റിമോട്ട് ഉപയോഗിച്ച് വീട്ടിനകത്തുള്ളൊരു സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് ആ ഗേറ്റ് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ഈ സൈഡിലെ വഴിയിൽ നിന്നും നമുക്ക് പ്രോപ്പർട്ടിക്കകത്തേക്ക് ഇതാ ഈ രീതിയിൽ ഒരു ഗേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ലാണ്ട് നമുക്ക് വണ്ടി കയറ്റണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗേറ്റ് ഓപ്പൺ ചെയ്ത് ഇതുവഴി നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ളിലേക്ക് എൻ്റർ ആവാവുന്നതാണ്. ഇതുപോലെയൊക്കെ ഗാർഡനിങ് വർക്കുകളൊക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പിൻവശത്തേക്ക് കൂടെ കാണിച്ചു തരാം. വീടിന് ചുറ്റോട്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് എന്ന് തന്നെ പറയാം. എങ്ങനെയാ വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയോട് വളരെ ചേർന്ന് കിടക്കുന്നത്. ഇവിടെ നിന്ന് തൊട്ടടുത്തായിട്ട് വഴയില, അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പേരോക്കട, ആ രീതിയിൽ കയറാൻ പറ്റുന്ന ലൊക്കേഷനാണ്. ഈ ചുറ്റുവട്ടത്തൊക്കെ നോക്കി ഇവിടെ നമുക്ക് ഗ്യാസ് വയ്ക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അതിനൊരു കേജ് കണക്ക് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ ഒരു മെറ്റലിൻ്റെ കേജ് അല്ല, ഇതുപോലെ വാർത്തെടുത്ത് അതിനകത്താണ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് പൈപ്പ് ലൈൻ ഒരുക്കിയാണ് ഗ്യാസ് ലൈൻ വലിച്ചിട്ടുള്ളത്. നമ്മുടെ പിൻവശത്തേക്ക് നോക്കുമ്പോൾ ചവറൊക്കെ ഇട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു പ്രൊവിഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് തുണി നനയ്ക്കാനുള്ള കല്ലും സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടും ചെറിയൊരു അടുക്കളത്തോട്ടത്തിനുള്ള സൗകര്യം ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പിൻവശത്തേക്ക് നോക്കിയാൽ ഈ രീതിയിലാണ് വിസിബിലിറ്റി വരുന്നത്. കിള്ളിയാറിന് തൊട്ടടുത്തായിട്ട് അങ്ങനെയുള്ള അടിപൊളി ഒരു ലൊക്കേഷൻ. അത് നല്ല രസമുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ശബ്ദമൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ. വീട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ കയറുമ്പോൾ ആ ബാൽക്കണിയിൽ നിന്നുള്ള ഒരു വിഷ്വലൊക്കെ കാണിച്ചു തരാം. ഭയങ്കര ഭംഗിയാണ്. ഇനി നമുക്ക് വീട്ടിനുള്ളിലേക്ക് പോകാം. ഈ കാണുന്ന പോലെ വലിയൊരു വരാന്ത സ്പേസിൽ നിന്നാണ് എൻട്രൻസ് വരുന്നത്. ഇവിടെ നമുക്കൊരു മെയിൻ ഡോറും ഇവിടെ നിന്ന് നമുക്ക് ശരിക്കും ഒരു ബെഡ്റൂമായിട്ടോ അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂമായിട്ടോ ഉപയോഗിക്കാവുന്ന ഒരു റൂമിലേക്കും എൻട്രൻസ് വരുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ പ്ലാവിൻ തടിയിലാണ് നമുക്ക് ഈ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുവഴി ഇപ്പോൾ അകത്തേക്ക് പോയിട്ട് ബാക്കിയുള്ള വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മെയിൻ ഡോർ വരുന്നത് 2 പാളികളിലായിട്ടാണ് ഡോർ ചെയ്തെടുത്തിട്ടുള്ളത്. കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് ആണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. എല്ലായിടത്തും ഈ രീതിയിൽ ഹെവി ആയിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് ബെഡ്റൂമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി അതല്ല ഓഫീസ് റൂമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാവുന്ന റൂം. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. അപ്പോൾ ഈ റൂമിന് നമുക്ക് പുറത്ത് നിന്ന് ഇതുപോലൊരു എൻട്രൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് സൊമാനി പോലുള്ള ഫിറ്റിങ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും. അവിടെയായിട്ട് അടുത്തൊരു ബെഡ്റൂം, ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം. അപ്പം നമുക്ക് താഴത്തെ നിലയിൽ തന്നെ 3 ബെഡ്റൂമായിട്ട് വരുന്നുണ്ട്. കിച്ചണൊക്കെ കണ്ടതിന് ശേഷം ബെഡ്റൂംസിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ്. അകത്തേക്കുള്ള വാതിലുകളെല്ലാം തന്നെ ഇതുപോലെ പ്ലാവിൻ തടിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ വരുമ്പോൾ ഫുള്ളായിട്ട് ഈ കാണുന്ന പോലെ മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചിമ്മിനിയെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഫേവറിൻ്റെ ചിമ്മിനിയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. കിച്ചണിലായാൽ തന്നെ സീലിങ്ങിലൊക്കെ ഒത്തിരിയധികം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമ്മുടെ വർക്ക് ഏരിയ വരും. വർക്ക് ഏരിയ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഈ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷനും ചെയ്തിട്ടുണ്ട്. നമ്മുടെ താഴത്തെ നിലയിൽ അടുത്ത 2 ബെഡ്റൂംസ് കൂടെ കാണിച്ചു തരാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. അതായത് നേരത്തെ ഒരു ഓഫീസ് റൂം ഉണ്ടായിരുന്നു, അതുപോലെ ശരിക്കുമുള്ള ബെഡ്റൂംസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഈ കാണുന്ന പോലെ ഒരു ചുമര് ഫുള്ളായിട്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബെഡ്റൂംസ് ആയാലും ബാത്റൂം ആയാലും കോമൺ ഏരിയ ആയാലും എല്ലാത്തിലും നമുക്ക് ഈ ഒരു ഇഷ്ടം പോലെ സ്ഥലമുള്ളതുപോലെ ഫീൽ ചെയ്യും കേട്ടോ. കാരണം വീട് ഇത്തിരി വലുതാണ്. 3400 സ്ക്വയർ ഫീറ്റ് വരുന്ന അത്യാവശ്യം വലിപ്പമുള്ള ഒരു വീടാണ്.
നമുക്ക് ഈ ഒരു ചുമരിലൊരു പെയിൻറ്റിങ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് അടുത്ത് വരുന്നൊരു ബെഡ്റൂം. അപ്പോൾ താഴത്തെ നിലയിൽ തന്നെ 2 ബെഡ്റൂം പ്ലസ് നമുക്കൊരു ഓഫീസ് റൂം വരുന്നുണ്ട്. പ്രായമായ അമ്മ അച്ഛൻ അവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു റൂം നൽകി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കാനൊക്കെ സാധിക്കും. ആ രീതിയിലാണുള്ളത്. താഴത്തെ നിലയിൽ എല്ലാ റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ് ഉണ്ട്. അത് പോയിട്ട് 2 ബെഡ്റൂംസ് വരും. നമ്മൾ താഴത്തെ നിലയിൽ കണ്ടതുപോലെ അടുത്തൊരു വലിയൊരു ബെഡ്റൂം. ഇതും ഇതുപോലെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്, കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇപ്പം കണ്ടതുപോലെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ആ ഒരു സ്പേസിലേക്ക് വരും. കബോർഡ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പിൻവശത്തേക്കുള്ള ഒരു ഓപ്പൺ ടെറസിലേക്ക് എൻട്രി വരും. ഈ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ വേറൊരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് താഴത്തെ നിലയിലും ചെയ്തിട്ടുണ്ട്, ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പിൻവശത്തേക്കുള്ള ബാൽക്കണി ഏരിയയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ആ കിള്ളിയാറിൻ്റെ ഇങ്ങനെ പാറപ്പുറത്തൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് വീണ്ടും സ്റ്റെയർ കണ്ടിന്യൂസ് ആയിട്ട് മേളിലേക്ക് പോകുന്നുണ്ട്. മേളിൽ വീണ്ടും ഒരു ടവർ റൂം കെട്ടി ആ രീതിയിൽ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇനി ഒരു നിലയും കൂടെ ചെയ്യണമെങ്കിൽ തന്നെയും ചെയ്യാവുന്ന രീതിയിൽ വലിയൊരു പ്രോപ്പർട്ടി ആക്കി എടുക്കാൻ സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും അടുത്തൊരു ബാൽക്കണി സ്പേസിലേക്കാണ് എൻട്രൻസ് വരുന്നത്. ഈ ബാൽക്കണി എന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഇത് നമ്മുടെ മുൻവശത്തെ ബാൽക്കണിയാണ്. ഇവിടെ നോക്കി ഒരു പാർട്ടി ഏരിയ കണക്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്കിതുപോലെ തന്നെ കിള്ളിയാറിൻ്റെ വ്യൂ കാണാവുന്ന രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ്. നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടി. മിസ്സാക്കണ്ട. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് 1.8 CR ആണ്. 1,80,00,000 രൂപയാണ്. നമുക്ക് 10 സെൻറ്റിന് മേളിലോട്ട് സ്ഥലം തന്നെ ഉണ്ട്. 3400 സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു വീട്. പേരൂക്കടയിൽ നിന്നൊക്കെ നമുക്കൊരു 5-6 മിനിറ്റ് ഡ്രൈവിംഗ് ഡിസ്റ്റൻസ്. അത്രയും 5 മിനിറ്റ് ഇനി വരത്തില്ല. നമുക്ക് ഈ റോഡിൻ്റെ പണി തീർന്നു കഴിഞ്ഞാൽ 5 മിനിറ്റ് പോലും ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് ഇല്ല. അത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്ന കിഡിലൻ ലൊക്കേഷൻ. മിസ്സാക്കണ്ട. വേഗം വിളിച്ച് ഡീലായിരിക്കും.